ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു നെപ്പോ സ്കൂളിനെ കുറിച്ചാണ്. പടം തുടങ്ങുന്ന തന്നെ ഒരു നെപ്പോ ചേച്ചിനെ കാട്ടിയിട്ടാണ്. ഇവളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവള് കഴുത്ത് വെച്ചാണ് അഭിനയിക്കുക. പിന്നെ ഇവള് ഭയങ്കര റിച്ചാണ്. പക്ഷെ ഇവൾക്ക് ആകെയുള്ള കുറവ് വന്നിട്ടാന്ന് വെച്ചാൽ പ്യാറ് കൊടുക്കാൻ അവിടെ ആരുമില്ല. ബിസിനസ്സാണ് ജീവിതത്തിൽ വലുതെന്ന് വിശ്വസിച്ച് കിടക്കുന്ന പപ്പ, നൈറ്റ് പാർട്ടിയും ഡാൻസുമായി നടക്കുന്ന ഒരു മമ്മ. ആകെ ഉണ്ടായിരുന്ന കൂട്ടുകാർ ഷാർജയിലെ ബോർഡിംഗ് സ്കൂളിലെ അറബി പിള്ളേരായിരുന്നു. പെങ്ങന്മാരുണ്ടായില്ലേ? ഇല്ല. പിന്നെ നമ്മുടെ നെപ്പോ ചേച്ചി പഠിക്കുന്ന ഒരു നെപ്പോ സ്കൂളുണ്ട്. ആ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു യൂണിഫോം വേണ്ട, ഏത് ഡ്രസ്സ് ഇട്ടിട്ട് വേണമെങ്കിലും ആ സ്കൂളിലേക്ക് വരാൻ പറ്റും. പിന്നെ അവിടുത്തെ ഉള്ള സ്റ്റുഡൻസിന് ക്ലാസ്സിൽ കയറണമെന്ന് ഒരു നിർബന്ധമില്ല. എവിടെ വേണമെങ്കിലും നിന്ന് അപരാധിക്കാം, കിസ് ചെയ്യാം. Live, love, laugh, fly, my birdie. Be free with your clothes. Chicken, joy and kisses. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്തെങ്ങനെയാണ്? കാരണം ഇതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഈ സിനിമ എഴുതി ഡയറക്റ്റ് ചെയ്ത് അവൻ ഉച്ചകഞ്ഞി കുടിക്കാൻ പോലും സ്കൂളിൽ പോവാത്ത ഏതോ വഴിയാണ്. പിന്നെ ഈ പിള്ളേരൊക്കെ +2 പിള്ളേരായിട്ടാണ് ഈ സിനിമയിൽ കാണിക്കണേ. പിന്നെ ഈ സ്കൂളിലെ പ്രിൻസിപ്പൾ എന്ത് പറഞ്ഞാലും അത് ഷോർട്ട് ഫോം ആയിട്ടേ പറയുള്ളൂ. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? പിന്നെ സ്കൂളിൽ പുതിയൊരു നെപ്പോ സ്റ്റുഡന്റ് ജോയിൻ ചെയ്യും. അത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെയ്ഫ് അലിഖാന്റെ സെയ്ഫ് അല്ലാത്ത മോൻ. മൂപ്പരെ കുറിച്ച് പറയണെങ്കിൽ അവനൊരു ഷർട്ട് ഊരാനാണ്. അവൻ ക്ലാസ്സിൽ വരുമ്പോ എന്റെ ഷർട്ട് ഊരി കാണിക്കും. പിന്നെ അവൻ ഷർട്ട് ഊരി കാണിക്കുന്നത് നമ്മുടെ നെപ്പോ ചേച്ചി കാണുമ്പോ എന്നെ ക്രഷ് അടിക്കും. ബോളിവുഡ് ഉണ്ടായ കാലം തുടങ്ങിയുള്ള വളരെ ഫ്രഷ് ആയിട്ടുള്ള സീനാ. എത്ര വർഷമായി ഇത് തന്നെ. പിന്നെ അവള് നമ്മുടെ നെപ്പോണ്ണന്റെ പിന്നാലെ നടന്നിട്ട് ഇഷ്ടാന്ന് പറയും. അപ്പൊ അവൻ പറയും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന്. അപ്പൊ നമ്മുടെ ചേച്ചിയാകെ സേഡാവും. बिल्कुल नहीं। अर्जुन प्लीज 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 तो मेरी आखिरी होप हो प्लीज प्लीज प्लीज। നമ്മുടെ നെപ്പോ ചേച്ചി ഇത്രയ്ക്ക് പറഞ്ഞാലും നമ്മുടെ നെപ്പോണ്ണന് ഇഷ്ടമല്ല എന്ന് തന്നെ പറയും. അപ്പൊ നമ്മുടെ നെപ്പോ ചേച്ചി എല്ലാ ദിവസവും ഞാൻ 10,000 രൂപ വെച്ച് തരാം, എന്നെ ഒന്ന് ഇഷ്ടപ്പെടുമോന്ന് ചോദിക്കും. അപ്പോഴും അവന് ഇഷ്ടമല്ല എന്ന് പറയും. പൊന്നു മോനെ മഹാഭാവി, മഹാലക്ഷ്മി ഓട്ടോ പിടിച്ചു വരുമ്പോ വാഹനബന്ധു പ്രഖ്യാപിക്കണടാ. പിന്നെ നമ്മുടെ നെപ്പോണ്ണൻ പറയും എനിക്ക് 25,000 രൂപ തരാണെങ്കിൽ അന്ന് എന്നെ ഇഷ്ടപ്പെടാന്ന് പറയും. അങ്ങനെ നമ്മുടെ ചേച്ചി ആ 25,000 രൂപ ഞാൻ തരാന്ന് പറയും. അങ്ങനെ ഒരു ഡീലാവും. എടാ നീ ഇത് എന്തറിഞ്ഞിട്ടാ? അവിടുത്തെ പ്രശ്നം വല്ല നിനക്കറിയോ? 17 തികയാത്ത പാൽക്കാരൻ പയ്യനെ 5 പെമ്പിള്ളാർ ചേർന്ന് ബലാത്സംഗം ചെയ്ത് കൊന്ന സ്ഥലാത്. അതാണ് മരണം. നമ്മളും മരിക്കും. വില ചൊറിയ ചെരങ്ങ ചാർത്തിലേക്ക് വന്നു. പിന്നെ നമ്മുടെ നെപ്പോ ചേച്ചി പറയും നമ്മുടെ ലവ് ഹൈഡ് ചെയ്ത് വെക്കണം, എന്റെ ബർത്ത്ഡേയുടെ അന്ന് മാത്രമേ ഇത് റിവീൽ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ആ ദിവസത്തെ പൈസ നമ്മുടെ നെപ്പോണ്ണന് അവൾ അയച്ചു കൊടുക്കും. ഇതെന്തോന്നടേ, ഇത് പെയ്ഡ് ലവ് സ്റ്റോറിയാ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെപ്പോ ചേച്ചി നമ്മുടെ നെപ്പോണ്ണനോട് അടുത്തേക്ക് വരാൻ പറയും. पास आओ और पास। ഇത് എന്നിട്ട് ഇത് ക്ലോസപ്പിന്റെ ആടാ. പിന്നെ നമ്മുടെ നെപ്പോ ചേച്ചി നമ്മുടെ നെപ്പോണ്ണനെ വെച്ചിട്ട് കുറച്ച് കണ്ണാപ്പി ഫോട്ടോസ് എടുക്കും ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട്. അത് പോസ്റ്റ് ചെയ്യുമ്പോൾ സ്കൂളിലെ പിള്ളേരും അതൊക്കെ കാണുമ്പോൾ ഇവൻ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെയുള്ള പിള്ളേരൊക്കെ ആകെ ക്യൂരിയസ് ആവും. ഇതൊക്കെ ഏത് യൂണിവേഴ്സാടേ. പിന്നെ ഇവർ ഓരോ ദിവസം ഓരോ ചാപ്രി ഫോട്ടോ എടുക്കും. ആ ഫോട്ടോകളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റ തള്ള സൈക്കില്ല, അജാതി ഫോട്ടോ ആണ്. പിന്നെ ഇവര് ഫോട്ടോ എടുത്ത് അവസാനം നമ്മുടെ നെപ്പോണ്ണന് നമ്മുടെ നെപ്പോ ചേച്ചിയോട് ചെറിയൊരു ക്രഷ് തോന്നും. എന്നിട്ട് ആ പെയ്ഡ് പരിപാടി നിർത്തിയിട്ട് അത് ഫ്രീ ആക്കും. सर्विसेज एक्सटेंडेड तुम्हारे लिए 80%, 90, 100% डिस्काउंट। समझ रहे हो? समझ रहे हो आप? समझ रहे हो? പിന്നെ നമ്മുടെ നെപ്പോ ചേച്ചിയുടെ ബർത്ത്ഡേ ആവും. ആ ദിവസമുള്ള നമ്മുടെ നെപ്പോണ്ണൻ ആൾക്കാരുടെ മുന്നിൽ റിവീൽ ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ഇവനെ പാർട്ടിക്ക് കൊണ്ടുപോകും. അപ്പൊ അവളുടെ കൂട്ടുകാരി ഇവന് ഡാൻസ് കളിക്കാൻ അറിയുമെന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ അണ്ണന്റെ ആദ്യത്തെ പടമല്ലേ, ഡാൻസ് കളിക്കാന്ന് നാട്ടുകാരെ അറിയിക്കേണ്ട, അതിന് വേണ്ടി ഒരു ഡാൻസ് കളിക്കും. തനിയെ പൂരം കാണാൻ നീ പോന്നതല്ലേ, എന്നെഞ്ചിനുള്ളിൽ കിടുകിടാന്ന് ഊതുന്നു വിസില്. പിന്നെ നെപ്പോ ചേച്ചിയുടെ അമ്മ നെപ്പോണ്ണനെ കാണും. എന്നിട്ട് എനിക്ക് ഇവനെ അറിയാം, അവൻ്റെ ഫാമിലി ഒരു ദാരിദ്ര്യം പിടിച്ച ഫാമിലിയാണ്, നമ്മുടെ ഫാമിലിയായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല എന്ന് പറയും. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മുടെ നെപ്പോണ്ണൻ ഒരു പാവപ്പെട്ട ഫാമിലി എന്നാണ് വരുന്നതെന്ന്. ഒരിക്കലും അല്ല. Whatever bro, बाप मेरा डॉक्टर है, माँ मेरी टीचर है. He doesn't belong to our class. Is this the way you embarrass me? ഈ സീനൊക്കെ എഴുതി വെച്ചേക്കുന്ന ദാരിദ്ര്യം എന്താന്ന് പോലും അറിയാത്ത ഏതോ ഒരു നെപ്പോ റോക്കറ്റാണ് ഇതൊക്കെ എഴുതി വെച്ചേക്കണേ.
പട്ടിണി ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞ് വേറെ ആയിട്ട് വേടാ. അതിനെ പറ്റിയൊക്കെ മക്കള് കേട്ടിട്ടുണ്ടോ? പിന്നെ നമ്മുടെ നെപ്പോണ്ണൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പൊ നമ്മുടെ നെപ്പോ ചേച്ചി വന്നിട്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഓരോ കോപ്രായ അവിടെ നിന്നിട്ട് കാണിക്കും. No, Arjun, please वापस अंदर आओ ना. Please, I'm sorry, Arjun. ചെറിയ തെറ്റല്ലേ, ചെറിയ സാരമില്ല. പിന്നെ ഇവർ രണ്ടുപേരും സ്കൂളിലേക്ക് പോവും. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ സ്കൂളിൽ ഏറ്റവും ബെസ്റ്റ് കപ്പിളാവണം. അപ്പോൾ ബെസ്റ്റ് കപ്പിളാവാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഈ പാവങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഗൂഗിളിൽ പോയിട്ട് അന്വേഷിക്കും എന്താ ചെയ്യേണ്ടതെന്ന്. As in materialistic khushiya. Physical touch. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. പിന്നെ നമ്മുടെ നെപ്പോണന്റെ അപ്പനും അമ്മയും നെപ്പോണന് പെണ്ണ് സെറ്റായി എന്നുള്ള കാര്യം അറിയും. പിന്നെ അവനെ സ്നേഹിച്ച് കൊല്ലും. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും വീട്ടുകാരും കൂടിയിട്ട് ഒരു മീറ്റിംഗ് വെക്കും. അപ്പൊ നമ്മുടെ നെപ്പോ ചേച്ചിയുടെ തന്ത വന്നിട്ട് നമ്മുടെ നെപ്പോണ്ണന്റെ വീട്ടുകാർ ഭയങ്കര മോശമാണെന്ന് പറയും. അപ്പൊ നമ്മുടെ അജിത്തണ്ണന് ദേഷ്യം കയറും. എന്റെ പൊന്നു മച്ചാൻ, അജിത്തണ്ണനെയൊക്കെ കുറ്റം പറഞ്ഞ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് തല്ലുണ്ടാവും. പറഞ്ഞില്ല എന്ന് വേണ്ട. അണ്ണാ, നമ്മുടെ പാണ്ഡിതുര അണ്ണനില്ലേ, അണ്ണനെ പറ്റിയാണ് തെറി പറഞ്ഞു. പിന്നെ നമ്മുടെ അജിത്തണ്ണ സംസാരിച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവർ പാർട്ടി ചെയ്ത് ചില്ല ചെയ്യുന്ന സമയത്ത് നെപ്പോ ചേച്ചിയുടെ തന്തയുടെ ഫോൺ നെപ്പോ ചേച്ചി എടുക്കും. അപ്പോൾ ഒരു മെസ്സേജ് കാണും. നമ്മുടെ നെപ്പോ ചേച്ചിയുടെ തന്തയ്ക്ക് വേറൊരു പെണ്ണുണ്ടെന്നുള്ള കാര്യം അവരറിയും. അങ്ങനെ പാർട്ടി നടക്കുന്ന സ്ഥലം മരണ വീട് പോലെയാവും. പിന്നെ നമ്മുടെ നെപ്പോ ചേച്ചി ദേഷ്യം കയറിയിട്ട് അവളുടെ ഫോൺ തല്ലി പൊളിക്കും. പിന്നെ അവളുടെ അമ്മയും കൂടിയിട്ട് അവളുടെ കസിൻ്റെ വീട്ടിൽ പോയിട്ട് താമസിക്കും. പിന്നെ കസിൻ നമ്മുടെ നെപ്പോ ചേച്ചിക്ക് ഒരു ഫോൺ വാങ്ങി കൊടുക്കും. അപ്പോൾ അവൾ ഹഗ് ചെയ്യണ സമയത്ത് ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആ ഫോട്ടോ എടുക്കും. എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യും. അപ്പം തന്നെ അത് ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യണ ലെവലിൽ അത് വൈറലാവും. ഏതോ ഒരു പെണ്ണ് ഏതോ ഒരുത്തൻ്റെ കൂടെ ഫോട്ടോ എടുത്തതിന് അത് ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യേണ്ട കാര്യം. എന്നിട്ട് ഇത് എഴുതിയവൻ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ള വിവരം പോലും ഇല്ലയെന്ന് എനിക്ക് തോന്നണേ. ഈ സമയത്ത് നമ്മുടെ നെപ്പോണ്ണന് ഒരു ചാമ്പ്യൻഷിപ്പിന് പോവായിരിക്കും. പിന്നെ അവിടെയുള്ള ഒരുത്തന് ആ ഫോട്ടോ നമ്മുടെ നെപ്പോണ്ണന് കാണിക്കും. അങ്ങനെ ആ ചാമ്പ്യൻഷിപ്പ് കോളാവും. പൂരങ്ങളുടെ മാറ്റുവൻ ചട്ടുകങ്ങളെ. പിന്നെ നമ്മുടെ നെപ്പോണ്ണൻ സ്കൂളിലേക്ക് വന്നിട്ട് നമ്മുടെ നെപ്പോ ചേച്ചിയായിട്ട് വൻ തല്ലായിരിക്കും. ഈ പ്രശ്നം നിങ്ങൾ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും. സംഭവം നമ്മുടെ നെപ്പോ ചേച്ചിക്ക് അത് ഫേക്കാണ്, എന്റെ കസിനാണെന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അത് പറയില്ല. അതെന്താന്ന് വെച്ചാൽ അതൊരു പേട്ടപ്പടാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു രണ്ടുപേരും ഡിപ്രഷനായിട്ട് കിടന്ന് കരയും. പിന്നെ അവരുടെ പ്രിൻസിപ്പൾ വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഇവരോട് പറയും. പ്രിൻസിപ്പളൊക്കെ എങ്ങനെയാവണം, ഈ പ്രിൻസിപ്പളിനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ പ്രിൻസിപ്പളിനെ കൊണ്ട് കാട്ടിക്കളയാൻ തോന്നാം. അങ്ങനെ നമ്മുടെ നെപ്പോ അണ്ണൻ പോയിട്ട് നെപ്പോ ചേച്ചിയോട് സോറി പറയും. അങ്ങനെ അവർ സെറ്റാവും. അങ്ങനെ പടം കഴിഞ്ഞു.